പെൻഷൻ തട്ടിപ്പിലെ സർക്കാർ നടപടികളിൽ മെല്ലെപ്പോക്കം. തട്ടിപ്പിൽ കർശന നടപടിയിലേക്ക് പോകേണ്ടെന്ന ധാരണ. തട്ടിപ്പ് നടത്തിയവരിൽ ഭൂരിപക്ഷവും ഇടത് സർവീസ് സംഘടനാ പ്രവർത്തകർ. ഉദ്യോഗസ്ഥരെ നാണം കെടുത്തുന്ന സമീപനം സ്വീകരിച്ചാൽ സർവീസ് വോട്ടിലടക്കം തിരിച്ചടി നേരിടുമെന്നും മുന്നറിയിപ്പ്. സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കി ഇടത് സർവീസ് സംഘടനകൾ. ജോലിയിലിരിക്കെ സാമൂഹ്യ പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലെ മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. വകുപ്പ് തല നടപടിക്കൊപ്പം കൈപ്പറ്റിയ തുക തിരിച്ചുപിടിക്കും. സർവീസിൽ കയറിയ ശേഷം പണം കൈപ്പറ്റിയത് അശ്രദ്ധമായി കാണാനാകില്ലെന്നതാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അതേസമയം കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും സർക്കാരിന്റെ മെല്ലെപ്പോക്ക് തുടരുകയാണ്. പേരുവിവരങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. സത്യസന്ധരായ ഉദ്യോഗസ്ഥർ കൂടി സംശയത്തിന്റെ നിഴലിലാകുമെന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും നൽകിയ കത്തിൽ പറയുന്നുണ്ടെങ്കിലും വിവിധ വകുപ്പുകൾ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. ഗസറ്റഡ് റാങ്കിൽ ഉള്ളതടക്കം 1458 സർക്കാർ ഉദ്യോഗസ്ഥരും ആഡംബര കാറുകളുള്ള അതിസമ്പന്നരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിലുണ്ടെന്നാണ് കണ്ടെത്തൽ. എന്നാൽ തട്ടിപ്പിൽ കർശന നടപടിയിലേക്ക് പോകേണ്ടെന്നാണ് സർക്കാർ ധാരണ. തട്ടിപ്പ് നടത്തിയവരിൽ ഭൂരിപക്ഷവും ഇടത് സർവീസ് സംഘടനാ പ്രവർത്തകരെന്നാണ് സൂചന. ഉദ്യോഗസ്ഥരെ നാണം കെടുത്തുന്ന സമീപനം സ്വീകരിച്ചാൽ സർവീസ് വോട്ടിലടക്കം തിരിച്ചടി നേരിടുമെന്നും മുന്നറിയിപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഇടത് സർവീസ് സംഘടനകളും. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഭയക്കുകയാണ് ഇടത് നേതൃത്വങ്ങളും. ജനം, തിരുവനന്തപുരം.